2019 ഞാൻ തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത ഷോർട്ട് ഫിലിമാണ് വിഷാഗ്നി. ഒരിക്കൽ കൂടി ഞാനത് റീപോസ്റ്റ് ചെയ്യുകയാണ്. നിങ്ങൾ കാണണം, അഭിപ്രായങ്ങൾ പറയണം, അപാകതകൾ ചൂണ്ടിക്കാണിക്കണം. അക്കാലത്ത് വലിയ അറിവൊന്നും ഇല്ലാതെ ചെയ്തൊരു വർക്കാണ്. അതിൻ്റെ എല്ലാ അപാകതകളും ഈ ഷോർട്ട് ഫിലിമിനുണ്ട്. പ്ലാസ്റ്റിക്കിന്റെ ദുരുപയോഗം ഇനിയും ഞാൻ കൂടി വിശദീകരിക്കേണ്ടതില്ല. ക്യാൻസർ അടക്കം എല്ലാ ദുരന്തങ്ങളും നാം അനുഭവിച്ചു. ഭൂമിയുടെ ജൈവ വൈവിധ്യത്തെ നശിപ്പിക്കുന്ന പ്ലാസ്റ്റിക്കിനെ നാം നിയന്ത്രിച്ചിരുന്നു. എന്നാൽ പ്ലാസ്റ്റിക് ഒരിക്കലും കത്തിച്ച് നശിപ്പിക്കാൻ ശ്രമിക്കരുത്, അത് അപകടമാണ്. പ്ലാസ്റ്റിക് വീണ്ടും ഉപയോഗയോഗ്യമാക്കാമെന്നതിനാൽ അതൊരു വരുമാന മാർഗം കൂടി എന്നുള്ളത് നാം മനസ്സിലാക്കിയിരുന്നു. എന്നെ ശ്രമിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും ഭാവം നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. ജയ് ഹിന്ദ്. ടീച്ചർ അങ്ങോട്ട് ഇട്ടോളൂ. അങ്ങോട്ട് ഇട്ടോളൂ ടീച്ചർ. അവിടെ അവിടെ ഇട്ടോ. ശ്രദ്ധിക്കണേ. എടി, നിങ്ങൾ കണ്ടോ? എന്താ? നമ്മൾ ഇന്നലെ പങ്കെടുത്ത പരിസ്ഥിതി ക്യാമ്പിൽ സാർ എന്താ പറഞ്ഞത്? പ്ലാസ്റ്റിക് ഒരു കാലാവശാലും കത്തിക്കരുതെന്നല്ലേ? അതിനിപ്പോ എന്താ പ്രശ്നം? നിങ്ങളൊന്ന് പുറത്തിറങ്ങി നോക്ക്. പോയി നോക്കാം. നമ്മുടെ സയൻസ് സാറാണല്ലോ വലിയ ഉത്സാഹത്തിന് മുന്നിൽ നിൽക്കുന്നത്. ഇത് ഇനിയും നമ്മുടെ സ്കൂളിൽ പാടില്ല. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് ശരിയാ. നമ്മളിപ്പോ എന്തെങ്കിലും പറയാൻ പോയാൽ സാറുമാർക്ക് വലിയ വിരോധമാണ്. പക്ഷെ അതിനെന്തെങ്കിലും ഒരു വഴി കാണണം. എന്ത് വഴി? ഞാനൊരു വഴി പറയാം. എത്രത്തോളം വിജയിക്കുമെന്നറിയില്ല. നീ പറ. തീ കത്തിക്കുന്നതിന്റെ ഒരു ഫോട്ടോ എടുത്ത് പരിസ്ഥിതി സാറിനെ അയച്ചു കൊടുക്കാം. അത് ശരിയാ. സാർ വാട്സപ്പ് നമ്പർ തന്നിട്ടുണ്ടല്ലോ. പക്ഷേ ഫോട്ടോ എടുക്കാനും വാട്സപ്പ് ചെയ്യാനും ഫോൺ എവിടെ? നമുക്ക് ജാസ്മിൻ ടീച്ചറെ പോയി കാണാം. വല്ല വഴിയുണ്ടോ നോക്കാം. നമുക്ക് പോയി നോക്കാം. ടീച്ചറെ, ഞങ്ങൾ ഇന്നലെ പങ്കെടുത്ത പരിസ്ഥിതി ക്യാമ്പിലെ സാറ് പറഞ്ഞത് പ്ലാസ്റ്റിക് ഒരു കാരണവശാലും കത്തിക്കരുതെന്ന. പക്ഷെ നമ്മുടെ സ്കൂളിൽ തന്നെ കൂട്ടിയിട്ട് കത്തിക്കുക, അതും സയൻസ് സാർ അറിഞ്ഞുകൊണ്ട്. ഞങ്ങൾ എന്തേലും പറഞ്ഞാ അത് പ്രശ്നമാണെന്ന് പേടിച്ചാ. പ്ലാസ്റ്റിക് കത്തിക്കാൻ പാടില്ലെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ ഇതിങ്ങനെയാ. എനിക്ക് കടുത്ത വിഷമമുണ്ട്. ക്യാമ്പിൽ സാറ് പറഞ്ഞിരുന്നു ഇങ്ങനെ എന്തെങ്കിലും കണ്ടാൽ വാട്സപ്പ് ചെയ്യാമെന്ന്. പക്ഷേ ഞങ്ങളുടെ കയ്യിൽ ഫോണൊന്നുമില്ലല്ലോ. ഫോൺ ഞാൻ തരാം, പക്ഷെ പൊല്ലപ്പാവോ? ഇല്ല ടീച്ചർ, ഒരു പ്രശ്നവും ഉണ്ടാക്കില്ല. ഞങ്ങൾ നോക്കിക്കോളാം. ദാ പോയി ഫോട്ടോ എടുത്തിട്ട് വാ. നമ്പറോ? നമ്പർ ഞാൻ എടുത്തിട്ട് വരാം. ശരി. എവിടെയാണ് ഓഫീസ്? ദാ അവിടെ. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. ഇരിക്കൂ. ഞങ്ങൾ സീഡ് ഇന്ത്യ. അറിയാം. ഞങ്ങളുടെ കുട്ടികൾ ക്യാമ്പിൽ പങ്കെടുത്തിരുന്നല്ലോ.
ഞങ്ങൾക്ക് കുട്ടികളുമായി സംവദിക്കാൻ. അതിനെന്താ, കുട്ടികളെ ആളിലേക്ക് വിളിപ്പിക്കാം. പക്ഷേ ഒന്ന് അറേഞ്ച് ചെയ്യൂ. ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? ഇവിടെ വാസം സാധ്യമോ? ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? ഇവിടെ വാസം സാധ്യമോ? മലിനമായ ജലാശയം പ്രിയ വിദ്യാർത്ഥികളെ, നിങ്ങളിൽ നിന്ന് ചില കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ഞാൻ ചില കാര്യങ്ങൾ നിങ്ങളോട് ചോദിക്കാം. കൃത്യമായ മറുപടി നൽകണം. നല്ല അഭിപ്രായങ്ങൾക്ക് സമ്മാനം നൽകും. നിങ്ങളൊക്കെ മിഠായി വാങ്ങിക്കാറില്ലേ? ചെറിയ പ്ലാസ്റ്റിക് കവർ കിട്ടുന്ന സാധനമില്ലേ, ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച്. ആ യെസ്, അത് കുടിച്ചു കഴിഞ്ഞ് പ്ലാസ്റ്റിക് ട്യൂബും കടലാസും ഒക്കെ എന്ത് ചെയ്യും? സ്കൂളിൽ നിന്ന് പാല് കിട്ടാറില്ലേ? ഈ കവറുകളും പ്ലാസ്റ്റിക് ബോട്ടിലുകളും പിന്നെ ഉണങ്ങിയ ചപ്പ് ചവറുകളും ക്ലാസ്സിലും കോമ്പൗണ്ടിലും നിറയില്ലേ? അതൊക്കെ ആര് വൃത്തിയാക്കും? അപ്പോൾ കോമ്പൗണ്ട് സാർ, 40 കുട്ടികൾക്കൊരു ടോയ്ലറ്റ് വേണം. അതാര് ക്ലീൻ ചെയ്യും? ക്ലീനിങ്ങിന് ആളെ വെക്കാൻ നിയമമില്ല സാർ. ഓക്കെ, ഇങ്ങനെ ക്ലീൻ ചെയ്യുമ്പോഴത്തെ ഇലകളും പേപ്പറും പ്ലാസ്റ്റിക്കും ഒക്കെ എന്ത് ചെയ്യും? ഇലകളും പേപ്പറുകളും ഒക്കെ കത്തിക്കും സാർ. അപ്പോ പ്ലാസ്റ്റിക്കോ? കാർബൺ മോണോക്സൈഡ് ഉണ്ടാകുന്നതിനാൽ കത്തിക്കാറില്ല സാർ. പിന്നെ ഹരിത ക്ലബിലെ കുട്ടികളും അധ്യാപകരും ചേർന്ന് പ്ലാസ്റ്റിക് വേർതിരിച്ച് ആക്രി കച്ചവടക്കാർക്ക് നൽകും. വെരി ഗുഡ്, നല്ല മാതൃക. സൂപ്പർബ്. സയൻസ് മാഷിനും കുട്ടികൾക്കും വേണ്ട പ്രോത്സാഹനം നൽകണം. എന്താവശ്യമുണ്ടെങ്കിലും ഞങ്ങൾ വിളിക്കാൻ മടിക്കണ്ട. ശരി സാർ. ഫണ്ട് കണ്ടെത്താനൊക്കെ ഞങ്ങൾ സഹായിക്കാം. തീർച്ചയായും സാർ. ഓൾ റൈറ്റ്, ഇനി നമുക്ക് പിരിയാം. ഈ രാജ്യത്തിന് കനപ്പെട്ട സംഭാവനകൾ നൽകാൻ നിങ്ങൾക്കൊക്കെ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഇനി എല്ലാവരും അവരവരുടെ ക്ലാസ്സിലേക്ക് പോയിക്കോളൂ. കാര്യങ്ങളുടെ സത്യാവസ്ഥ ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു. ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഒരു അബദ്ധം സംഭവിച്ചാണ് അധ്യാപകന്റെ ജോലി. അധ്യാപകന് മാത്രമല്ല, ഉത്തരവാദിത്തത്തിൽ നിന്നും സാറിന് ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. സാർ, ദയവ് ചെയ്ത് റിപ്പോർട്ട് ചെയ്യരുത്. എൻ്റെ കുട്ടികളിൽ നിന്ന് എൻ്റെ തെറ്റ് ഞാൻ മനസ്സിലാക്കി. മാനസാന്തരത്തേക്കാൾ വലിയ പരിഹാരമില്ല. ഈ വിദ്യാലയത്തിലെ സമർത്ഥരായ മക്കൾ നിങ്ങൾക്കും നാടിനും അഭിമാനമാണ്. ഇനി നമുക്ക് ഒരുമിച്ച് പറയാം, പ്ലാസ്റ്റിക് കത്തിക്കരുത് ഒരു കാരണവശാലും.